ഞാൻ രേഖ. എൻ്റെ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഉന്നക്കായയാണ്. അതിന് വേണ്ടിയിട്ട് 5 ഏത്തക്കായ എടുത്തിട്ടുണ്ട്. അധികം പഴുക്കാത്ത ഏത്തക്കായാണ്, എന്നാൽ പഴുത്തതുമാണ്, എന്നാൽ അധികം പഴുത്തിട്ടില്ല. ഒരു പരുവത്തിലുള്ള ഏത്തക്കായാണ് എടുക്കേണ്ടത്. അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് ഞാൻ പുഴുങ്ങാൻ വെച്ചിരിക്കുകയാണ്. മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് ആവി കയറ്റാൻ വെച്ചിരിക്കുകയാണ്. ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഏത്തക്കായ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ്. നല്ല ചൂടായതുകൊണ്ട് കൈയൊക്കെ പൊള്ളുന്നുണ്ട്. ഇനി അത് നന്നായിട്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കണം. നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈ കൊണ്ടുകൂടെ ഒന്നുകൂടെ ഉടച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. കാരണം അതിനകത്ത് തരിയൊന്നും പാടില്ല. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യേ ഒഴിക്കുന്നുള്ളൂ. 1 ടീസ്പൂൺ നെയ്യ് വരെ ഒഴിക്കാം. അതിലേക്ക് കുറച്ച് കശുവണ്ടി, അളവൊന്നുമില്ല, അവരവർക്ക് വേണ്ടത്ര എടുക്കാം. ഉണക്കമുന്തിരി ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വറക്കുക. എന്നിട്ട് അതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരണ്ടിയെടുത്തത്, അതും അധികം അങ്ങ് മൂക്കണ്ട, പച്ചമണം മാറുന്നിടം വരെ മതി. ഒന്ന് വറുത്ത് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തൊന്ന് ഇളക്കിയിട്ട് ഞാൻ സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഏത്തക്ക കുറച്ചും കൂടെ ഒന്ന് ആറിയിട്ടുണ്ട്. കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ ബോൾ പോലെ ആക്കിയിട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് കയ്യിൽ ഇത്തിരി എണ്ണമയം പുരട്ടിയിട്ട് അതൊന്ന് പരത്തിയെടുക്കുക കയ്യിൽ വെച്ചിട്ട്. കൂടുതൽ പഴുത്ത പഴമാണെങ്കിൽ പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അതിനകത്ത് വെള്ളമയം കൂടുതലായിരിക്കും. അതുകൊണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കശുവണ്ടിയും മുന്തിരിയൊക്കെ വറുത്ത് വെച്ച് അതിലേക്ക് ഫില്ല് ചെയ്തിട്ട് ഈ ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കുക. ഞാനെല്ലാം അങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ സൈസ് കുറച്ച് മതി, കുറച്ചുകൂടെ ചെറുതായിട്ട് ഉരുട്ടിയെടുത്തിട്ട് ചെറിയ ബോളുകളാക്കിയിട്ട് ചെറിയ സൈസിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ വലുതായിട്ടാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. ചെറുതായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ സ്പ്രെഡ് ചെയ്യുകയാണ്. നെയ്യായാലും മതി. ഇത് വേണമെങ്കിൽ വറുത്ത എണ്ണയിൽ വറുത്ത് കോരിയെടുക്കാം, പക്ഷെ അപ്പോൾ അത്രയും ഹെൽത്തി ആവില്ല. അതുകൊണ്ട് ഞാൻ സ്പ്രെഡ് ചെയ്തിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് മൂവിച്ച്, കാരണം ഏത്തപ്പഴമൊക്കെ ഓൾറെഡി വെന്ത് കഴിഞ്ഞതാണ്. പിന്നെ അതിനകത്തിലേക്ക് എണ്ണയിലിട്ട് വറക്കേണ്ട ആവശ്യമില്ല. എണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് അതിൽ എണ്ണയൊന്ന് വീണ്ടും ഒന്ന് തിരിച്ചും മറിച്ചും ഇടുമ്പോൾ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. തീ അധികം കൂട്ടി വെക്കണ്ട, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂപ്പിച്ചെടുക്കുക. വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. ഞാനതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.